ഹലോ, ഗുഡ് ഈവനിങ് ഗായ്സ്. അപ്പോൾ ഇതേ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കണ്ട. ഇത് മണിയങ്കാട് അമ്പലത്തിൽ നിന്നുള്ള പാട്ടാണ് കേട്ടോ. സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് കല്യാണ വർക്കുകൾ കിട്ടിയത് കണ്ടോ. ഒക്കെ ഇവിടെ നിലത്തിട്ടിക്കുകയാണ്. പിന്നെ അപ്പോൾ അത് ഓരോന്നോരോന്ന് വരുന്നതുകൊണ്ടാണ് ഞാൻ നിലത്തിട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് കിട്ടിയ കുറച്ച് ഡ്രസ് കോഡ് സാരികളാണ് കേട്ടോ. ബ്ലൗസ് തയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഉള്ളതൊക്കെ കല്യാണ വർക്കുകളാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബ്ലൗസിൻ്റെ ഡ്രസ് കോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇതേ കണ്ട നല്ല അടിപൊളി ഗ്രീന്, പിന്നെ റെഡല്ല കണ്ടാ ഒരു വേറെ സൈസ് കാപ്പിയല്ല എന്നാൽ റെഡും അല്ല, അതേപോലത്തെ ഒരു മിക്സഡ് ആയിട്ടാണ്. പിന്നെ അത് നല്ലൊരു ഉജാല കളർ അതും, പിന്നെ ഇത് ഒരു ലൈറ്റ് നീല പോലത്തെ കളർ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് കാണിച്ചത്. അപ്പോൾ ഇത് 4ആണ് ഡ്രസ് കോഡിൽ ഫസ്റ്റ് വരുന്നത്. ഇത് കണ്ട നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. എന്താ ഇതാണ് ഇതിൻ്റെ ഉൾവശം, ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇത് 5 സെറ്റാണ് ഫസ്റ്റത്തെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ് കോഡ് സെറ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ 5 ഉണ്ട്, 2 കൂടി എത്താനുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം 3 ഇപ്പോൾ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള എത്തുമ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ വഴുകുക, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല ഇതാണ് എൻ്റെ സാരി വരുന്നത്. കണ്ടോ ഇതാണ് സാരി വരുന്നത്. നല്ല ഭംഗിയില്ലേ. നല്ലൊരു എന്താ പറയുക, ഒരു മെറൂൺ ടൈപ്പ്, മെറൂൺമേ ഗ്രീന് ബോർഡർ വന്നിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിൻ്റെ മുന്താണ് ഇതിൻ്റെ ഉള്ളിലാണോ എന്നൊരു സംശയം. ഇതാണ് കേട്ടോ. നിവർത്തുന്നില്ല, നിവർത്തി കാണിക്കണില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോസ് വേറെ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത എൻ്റെ ഡ്രസ് കോഡിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഒരു 5 വരുന്നത് കേട്ടോ. മറ്റേത് ഒരു 5 ഉണ്ടായിരുന്നു, ഇതും ഒരു 5 ഉണ്ട്. ഇനി അടുത്തത്. അപ്പോൾ അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതൊരു 3 ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു കളറ് സെയിം തന്നെയാണ്, പക്ഷേ ഡിസൈൻ വ്യത്യാസമായിട്ട് ഒന്നും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ തിരഞ്ഞിട്ട് കാണാനില്ല, എവിടെയും വെച്ചിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. എന്താ പറയുക, കവറിൻ്റെ ഉള്ളിൽ എവിടേക്കെന്ന് ഓർമ്മയില്ല. അപ്പോൾ അത്ര എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ്, നല്ല ഭംഗിയില്ലേ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓറഞ്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോഴും ക്യാമറയിൽ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ്. പിന്നെ ഇത് നല്ലൊരു ഇതിനിപ്പോൾ എന്താ പറയുക, പച്ചല്ല, വേറെ എന്തൊരു കളറില്ലേ. ഇത് തന്നെയാണ് മറ്റേ കളർ വരുന്നത്. ഞാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം, ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം പറ്റുകയാണെങ്കിൽ. അപ്പോൾ കണ്ടാ ഇത്, പിന്നെ ഉള്ളത് കണ്ട ഇത് നല്ലൊരു ലൈറ്റ് റോസ്, നല്ല ഭംഗിയില്ലേ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, കളറിൽ അല്ല ഡിസൈനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലോ കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഡ്രസ് കോഡ് തന്നെ. ഞാൻ അടുത്തൊന്നും കൂടി നോക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത സാരികളുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഇത് പിന്നെ ഡ്രസ് കോഡല്ല, പല ഓരോ ബിറ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് എന്താ നല്ലൊരു അടിപൊളി ഗ്രീനിൽ നല്ലൊരു എന്താ പറയുക, നമ്മുടെ വാടാമല്ലിൻ്റെ ഒക്കെ ഒരു കളറാണ് വരുന്നത്. അതിന്മേൽ ബോർഡർ നല്ല അത്യാവശ്യം വീതിയിലുള്ള ബോർഡറാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേണ്ട നല്ല അടിപൊളി സാരി അല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഒന്ന് അത്, പിന്നെ ഉള്ളത് നമ്മളുടെ ഒരു നേവി ബ്ലൂ പോലെ, ആകാശ നീല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നല്ല ഭംഗിയില്ലേ. ഇതാ അടുത്തതെന്ന് പറഞ്ഞാൽ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഉള്ളതാണ് അടുത്തത്. ഇത് നല്ല ഭംഗിയില്ലേ. നല്ല എന്താ പറയുക, ക്രീം കളറിൽ നല്ല റെഡ് ബോർഡറൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് പെണ്ണിനുള്ളതാണോ എന്നൊരു സംശയം ഞാൻ ചോദിക്കാൻ വന്നു, തിരക്കിൻ്റെ ഇടയിൽ ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ കൂടി അടുത്തത് ഇത് കണ്ട. ഇതും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തുണി, നല്ല ഭംഗിയുണ്ട്. എന്താ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ ആൾക്കാർ ഇതിൽ കൂടെ പോകുമ്പോൾ നോക്കേണ്ടതാട്ടോ. ഇത് കണ്ട നല്ല ഭംഗിയില്ലേ, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് അടുത്തത്. പിന്നെ അടുത്ത ഒരു സെറ്റും കൂടി ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതും 1 2 3 4 സെറ്റ് കേട്ടോ. അപ്പോൾ അത് അടുത്ത സാരി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് 3 സെറ്റാണ്. അപ്പോൾ ഇത് ഞാൻ മുന്നേ കാണിച്ച സെറ്റിൽ പെട്ടതാണ് കേട്ടോ അത്. അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ കണ്ടില്ല അത്. ഇത് കണ്ട നല്ല അടിപൊളി ടിഷ്യൂവിൻ്റെ ടിഷ്യൂ എന്ന് പറയില്ല, നല്ല ഒരു ക്ലോത്താണ് കേട്ടോ. കണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിഷുവിനൊക്കെ ഇടാൻ പറ്റിയ ഐറ്റം ഇതാണല്ലേ. എന്താ ഇതിൻ്റെ ഇതൊക്കെ നോക്കി. ഇതിൻ്റെ മുന്താണി വരുന്നത് ഇതാണ്. ഇതിൻ്റെ മുന്താണി വരുന്നത് ഇത് ബ്ലൗസും തുണിയാണ്. ഇത് ബ്ലൗസ് എന്താ. പിന്നെ ബ്ലൗസ് തയ്ക്കൽ കഴിഞ്ഞതിന് ശേഷം ടൈം ഉണ്ടാവോ കാണിക്കാനെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അടുത്ത സാരി നല്ലതാണ്. നമ്മളുടെ എന്താ പറയുക, ഒരു ഓഫ് വൈറ്റ് കളറിൽ നല്ലൊരു അടിപൊളി ഗ്രീന് വന്നിട്ടില്ലേ. നല്ല ഭംഗിയില്ലേ. അല്ല ഗ്രീൻ അല്ല, ബ്ലൂ, സോറി കേട്ടോ. നല്ല ഭംഗിയില്ലേ, അടിപൊളി. ഇത് ബ്ലൗസും തുണിയാണ് കേട്ടോ. ഇതാണ് ബ്ലൗസും തുണി വരുന്നത്. അപ്പോൾ ഇതാണ് അടുത്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഉള്ളതാണ് ഇത്. ഒരു കോഫി കളറില്ലേ, കോഫി കളറായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വീതിയിലുള്ള ബോർഡറാണ് അതിന് വന്നിരിക്കുന്നത്. പിന്നെ ടസിൽസും വരുന്നുണ്ട്. വേണ്ട നല്ല ഭംഗിയില്ലേ. പിന്നെ ഇനിയൊരു സെറ്റും കൂടി ഉണ്ട് കേട്ടോ കാണിക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗൗണാണ്. അനാർക്കലി പോലത്തെ ഒരു ഗൗണാണ് വരുന്നത്, അത് സാരിയിൽ വീഴുക. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സാരി കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ബ്ലൗസ് ഒരിക്കൽ കഴിഞ്ഞാൽ പറ്റണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ.